സ്നേഹമുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഉണക്കമുന്തിരി? വൈകുന്നേരമാകുമ്പോൾ ലഘുഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ നേരത്ത് നമ്മൾ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബാറുകൾ, ഐസ്ക്രീം എന്നിവ കഴിക്കുന്നു. ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമമല്ല എന്ന് അറിഞ്ഞാലും നമ്മൾ കഴിക്കും, അല്ലെ? ഇവയുടെ സ്ഥാനത്ത് നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ വിശപ്പ് മാറ്റാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. വൈകുന്നേരങ്ങളിൽ സ്നാക്സായി നമുക്ക് ഉണക്കമുന്തിരി കഴിക്കാം. ഇതിലൂടെ നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവ എന്തൊക്കെയാന്ന് നോക്കാം. വിറ്റാമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് ഉണക്കമുന്തിരി. കൂടാതെ അവയ്ക്ക് ആന്റി ഓക്സിഡന്റ്, ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. ദഹനക്കേട്, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പലരും താൽക്കാലിക ആശ്വാസത്തിനായി വിപണിയിലെ ഇൻസ്റ്റന്റ് സോഡകൾ കുടിക്കുന്നു. എന്നാൽ ഉണക്കമുന്തിരി കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കും. ഉണക്കമുന്തിരിയിലെ പ്രകൃതിദത്ത സംയുക്തങ്ങൾ ദഹനത്തിനാവശ്യമായ എൻസൈമുകളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. നാം കഴിക്കുന്ന ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ മലബന്ധം എന്ന പ്രശ്നത്തെ അകറ്റി നിർത്തുന്നു. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ, ഹൃദ്രോഗം, പൊണ്ണത്തടി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉയർന്ന കൊളസ്ട്രോൾ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരിൽ ഉണക്കമുന്തിരി രക്തത്തിലെ ലിപ്പിഡുകളും, അതായത് കൊഴുപ്പ്, പിന്നെ കൊളസ്ട്രോളിന്റെ അളവും കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉയർന്ന കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കലുകൾ ആന്റി ബാക്ടീരിയലായി പ്രവർത്തിക്കുന്നു. വായിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഓറൽ ബാക്ടീരിയകളുടെ വളർച്ച തടയുവാൻ ഇവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. സാധാരണയായി മധുരം കൂടുതലായി കഴിക്കുമ്പോൾ ദന്തപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഭയമുണ്ട്. എന്താ, ശരിയല്ലേ? എന്നാൽ ഉണക്കമുന്തിരിയിൽ സുക്രോസ് സംയുക്തങ്ങൾ കുറവാണ്. തൽഫലമായി ദന്തപ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കുറവാണ്. വിറ്റമിൻ സി, വിറ്റമിൻ എ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകളുടെ നല്ല ഉറവിടമാണ് ഉണക്കമുന്തിരി. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഫ്രീ റാഡിക്കലുകളും കാരണം ഈ ആന്റി ഓക്സിഡന്റുകൾ നേത്ര പ്രശ്നങ്ങൾ കുറയ്ക്കുന്നുണ്ട്. സമീപകാലത്ത് രക്തസമ്മർദ്ദം എന്ന പ്രശ്നം വളരെ സാധാരണമാണ്. ചില പഠനങ്ങൾ പ്രകാരം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ ഉണക്കമുന്തിരി സഹായിക്കുന്നു. കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ശരീരത്തിനുള്ളിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ രക്തസമ്മർദ്ദം എന്ന പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ആരോഗ്യവാനായിരിക്കുക എന്നതിനർത്ഥം നമ്മുടെ രോഗപ്രതിരോധ ശേഷി മികച്ചതായിരിക്കണം എന്നതാണ്, ശരിയല്ലേ? പ്രതിരോധശേഷി കുറവായതിനാൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഉണക്കമുന്തിരി ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇവയിൽ വിറ്റമിൻ സിയും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റിബോഡികളെ വർദ്ധിപ്പിക്കുന്നു. രോഗപ്രതിരോധ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗട്ട് മൈക്രോബയോമിനെയും ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഉണക്കമുന്തിരിയിൽ റെസ്വരാട്രോൾ എന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും ശുദ്ധീകരിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിന്റെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഇത് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കുമുള്ള മറ്റൊരു സാധാരണ പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. ഇത്തരം പ്രശ്നങ്ങൾ അകറ്റുവാനും ഈ ഉണക്കമുന്തിരി ഉപയോഗപ്രദമാണ്. തലയോട്ടിയിലെ ചൊറിച്ചിൽ, താരൻ, പെയിൻ തുടങ്ങിയ പ്രശ്നങ്ങളും ഇത് തടയുന്നു. നിങ്ങൾ തന്നെ ഇനി പറയൂ, വൈകുന്നേരത്തെ ലഘുഭക്ഷണത്തിന് ഈ ഉണക്കമുന്തിരി ഉത്തമമല്ലേ? ഇത് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ആരോഗ്യം നിലനിർത്തുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. ഉണക്കമുന്തിരി കഴിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശീലമാക്കണം. Not. The information given in this video is not a substitute for any medical treatment. Also, don't forget that you are taking care of your health, and depending on the situation, you can seek the prescription of your doctor regarding this.